ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കുറച്ച് ഞാൻ പറഞ്ഞു തരുന്നു. ഞാൻ ആദ്യം നമ്മൾ യൂണിറ്റിലെ ഇതേപോലെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഒരു സംഭവം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് അത് പ്രചോദനപ്പെട്ടു എന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ അടുത്തൊരു സെക്ഷൻ ചെയ്തത്. അതും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു. ഇപ്പൊ എക്സ്പീരിയൻസ് വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഏകദേശം ഒരു 5 കൊല്ലം കൊണ്ട് ഞാനത് പഠിച്ച് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഞാനിവിടെ എന്തുകൊണ്ട് ഇത് പറയണു എന്നുള്ള എന്റെ സസ്പെൻസ് മുമ്പ് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങള് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിരിക്കണം. അതായത് ഇപ്പോ നമ്മളിപ്പോ പോണത് പലരും പല രീതിയിലായിരിക്കും. അതായത് ബിസിനസ് പരമായിട്ടും ഒക്കെ നല്ല രീതിയിലായിരിക്കും. കാശ് സമ്പാദിക്കുന്നവരുണ്ടായിരിക്കും, സേവിങ്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞ് എനിക്ക് അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. അതായത് ഇപ്പോ എല്ലാവരും കറക്റ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളവരാണ് എന്ന് പറയാൻ പറ്റുമോ? അതായത് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞ സാധനം മുഴുവൻ എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയാലാണ് ഞാൻ പിന്നാലെ പറയുമ്പോൾ അത് സെറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനി അത് ഫീഡ്ബാക്ക് ഇനി അടുത്ത് വേണ്ടത് നമുക്ക് സമ്പാദിക്കാനൊക്കെ എനിക്കറിയാം. അതായത് പണിയെടുത്തിട്ട് എനിക്ക് പൈസ വരുന്നുണ്ട്, പക്ഷെ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട് അതില്. അതായത് കാശ് വരുന്നുണ്ട്, നമുക്ക് പണിയെടുക്കാൻ അറിയാലോ, എല്ലാവരും ക്യാമറമാനും കാര്യങ്ങളാണ്. അപ്പൊ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണങ്ങളുണ്ട്. അതായത് നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് ഒന്നും എടുത്തേക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് നടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരാണോ അതിൽ കൂടുതലിരിക്കുന്നവര്? ഓക്കെ, പറഞ്ഞാലും പറയുള്ളൂടാ, എന്നാലും കാര്യത്തൊക്കെ ഓക്കെ അല്ലേ? അല്ല, ഇതിൽ 2 കാര്യമുണ്ട് ഞാൻ ചോദിക്കാനുള്ള കാരണം. ഒന്ന്, നമുക്ക് എങ്ങനെ പൈസ കൊണ്ടുവരാം എന്നുള്ള സെക്ഷൻ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. ഇനി അതിന് മുകളിൽ കൂടുതൽ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതായത് പൈസ നമുക്ക് വരുത്താൻ അറിയേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ചിലർ മാത്രം ഇല്ലാത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തില് ഷാജൻ ഉണ്ടായിരുന്നില്ല, പിന്നെ ആരെങ്കിലും ഇല്ലാത്തത് ലിന്നോട് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ഇല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉള്ളവർ എത്ര പേരുണ്ട്? ഒരാള്, 2 ആള്, 3 ആളുള്ളൂ അല്ലെ? അപ്പൊ ഞാനേ അതിന്റെ ബേസ് ഞാൻ കുറച്ച് പറയാം. അത് ഫുള്ള് പറഞ്ഞാൽ നേരം ഉണ്ടാവില്ല. അതിന്റെ ഏകദേശം അത്യാവശ്യം കാര്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാന്നതിനെ കുറിച്ച് പറയാം. അപ്പൊ അതിന് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിനെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിന് എന്താണ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ആരോഗ്യം സംരക്ഷിക്കാൻ മരുന്ന് കഴിക്കണം, അങ്ങനെയുള്ള കാര്യം നമുക്കറിയാം. ശരീര ശുദ്ധി വരുത്തണം, കുളിക്കണം എന്നൊക്കെ നമുക്കറിയാം. മനസ്സിന് ശുദ്ധി വരുത്താൻ എന്താ ചെയ്യാന്നുള്ളത് അറിയും. ഓക്കെ, അതായത് മെഡിറ്റേഷൻ ആണ് ഫസ്റ്റത്തെ സംഭവം. മൈൻഡ്ഫുൾനെസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പോസിറ്റീവ് കാര്യങ്ങൾ നിറയ്ക്കുക, അതായത് നെഗറ്റീവ് കാര്യങ്ങളൊന്നും മാറി നിൽക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവം. ഇത് എൻ്റെ അനുഭവത്തില് ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് വിചാരിക്കും അത് സാധാരണ പറഞ്ഞു പോകുന്ന സംഭവമല്ലേ, യൂട്യൂബിലത്തെ സംഭവമല്ലേ എന്ന് വിചാരിക്കും. ഞാൻ യൂട്യൂബിൽ നിന്ന് വിട്ട് പൈസ ചെലവാക്കി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യണം. മനസ്സ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ സംഭവം. നമ്മൾ പൈസ വരാനുള്ള വഴിയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാനുള്ള വഴിയും ഈ മൈൻഡ് തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് ബോധമനസ്സ്, ഉപബോധ മനസ്സ് എന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ബോധമനസ്സ് കഴിഞ്ഞ ആഴ്ചയില് 1-2 പേരാണെങ്കിലേ ഉള്ളൂ. അപ്പൊ എന്നാലും ഞാനത് കുറച്ച് പറയാം. ബോധമനസ്സ്, ഉപബോധ മനസ്സും. ബോധ മനസ്സാണ് നമ്മുടെ കാര്യങ്ങള്, അതായത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണത് ബോധ മനസ്സിലാണ്. പക്ഷെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് പ്രസന്റ് സിറ്റുവേഷൻ, അതായത് ആൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉപബോധ മനസ്സിന് നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ചിന്തിക്കില്ല. ഞാൻ ഇപ്പൊ കാശുകാരനാണെന്ന് പറഞ്ഞാൽ ബോധ മനസ്സിനറിയാം നമ്മൾ കാശുകാരനല്ലാന്ന്, പക്ഷെ ഉപബോധ മനസ്സിന് അറിയില്ല നമ്മൾ കാശുകാരനല്ലാന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ വരുത്തണം.
അപ്പൊ ഇപ്പൊ ഇവിടെ ഉള്ളത് എത്ര പേരാണ് അവിടെ ഉള്ളത്, അവര് അടുത്ത ദിവസം മുതലേ, അതായത് ഇന്ന് മുതലേ കോടീശ്വരന്മാരുടെ മൈൻഡ് സെറ്റായി മാറണം. അതായത് നമുക്ക് കോടീശ്വരന്മാർ എങ്ങനെ ചിന്തിക്കും? കാശ് വർദ്ധിപ്പിക്കാൻ ചിന്തിക്കും. നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കാശ് ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അല്ല, ഇതിനെ രണ്ടും നമ്മൾ വ്യത്യാസം. അതായത് നമ്മുടെ ചിന്ത എപ്പോഴും നാളേക്ക് എങ്ങനെ കാശ് കിട്ടും എന്നുള്ള ചിന്തയാണ്. പക്ഷെ കോടീശ്വരന്മാർക്ക് അങ്ങനെ ചിന്തയില്ല. കിട്ടിയ കാശ് എങ്ങനെ വർദ്ധിപ്പിക്കാന്ന് മാത്രം ചിന്തിക്കാറ്. ആ ചിന്തയാണ് നമ്മുടെ കോടീശ്വരന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡിൽ തന്നെ, ബോധ മനസ്സിൽ തന്നെ പലതരം ചിന്തകൾ വരും. അതിലൊരു മനസ്സാണ് നെഗറ്റീവ് ചിന്തകൾ കൂടിക്കൊണ്ടുള്ള ഒരു മൈൻഡ് വരും. അതായത് പ്രാചീന മനസ്സെന്ന് പറയും. പ്രാചീന മനസ്സിന്റെ പ്രത്യേകത എന്താണെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ ഭയം. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അത് ശരിയാവോ എന്നുള്ള ചിന്ത വരും. അത് നമ്മുടെ ദാരിദ്ര്യത്തിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുക. പിന്നെ സമൃദ്ധിയുടെ മനസ്സ്. ഈ രണ്ട് മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ള മെയിൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ ഈ പ്രാചീന മനസ്സ് നമ്മളെ എന്ത് കാര്യങ്ങളും പിന്തിരിപ്പിക്കുമ്പോ നമ്മുടെ ഈ സമൃദ്ധിയുടെ മനസ്സാണ് നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും, അതായത് ക്ഷമ, മെയിൻ സംഭവം അതാണ്. പൈസയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. ഭാവിയിലേക്കുള്ള നിക്ഷേപം ചെയ്യാനുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും ക്ഷമയോടുകൂടി ചെയ്യണം. എടുത്ത് കടിച്ച് ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ക്ഷമയോടുകൂടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഭാവിയിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഭാവിയിലേക്കുള്ള നിക്ഷേപം കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഉള്ള പ്രവർത്തനം മൊത്തം നടക്കുന്നത് ഈ കോഗ്നിക് ബയാസ് എന്ന സംഭവമുണ്ട്. നമ്മൾ കൂടുതൽ പേരിലും ഈ കോഗ്നിക് ബയാസ് നമ്മളെ കൂടെ ഉള്ളത് എപ്പോഴും സമ്പത്തിനെ മുന്നോട്ടടിപ്പിക്കാനല്ല. പല രീതിയിലുള്ള ബയാസുകൾ നമുക്ക് അതിൻ്റെ പെട്ടെന്നുള്ള ഒരു ഭയം വരും. എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ചിലർ പറയും അത് ശരിയാവോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ ആ ചിന്തയിൽ നിന്ന് നമുക്കത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലെ കുറിച്ച് പഠിക്കണം. അപ്പൊ അതിന്റെ മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. ഈ ദരിദ്രമായ മനസ്സെന്ന് മാറ്റാൻ ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ എന്റെ മൊത്തം ഒരു ജസ്റ്റ് പറഞ്ഞു തരാണ്. എന്ത് കാര്യം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. നാളെ മുതൽ ഇപ്പൊ നമുക്ക് വർക്കില്ല എന്നുള്ള ചിന്ത മാറ്റുക. നമുക്ക് വർക്ക് ഉണ്ട് എന്നുള്ള വിശ്വസിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞ ബോധ മനസ്സിന്ന് ഉപബോധ മനസ്സിലേക്ക് വർക്ക് ഉണ്ട് എന്നുള്ള മൈൻഡ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഉണ്ടാക്കി തരാനുള്ള കളി കളിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ്. അതിന് ഏറ്റവും നല്ല മനസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് ഇപ്പൊ പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. ഏതാണ് ഈ അവയവം എന്ന്? മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും പ്രത്യേക ഒരു ഭാഗത്താണോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. മനസ്സിരിക്കുന്നത് ഒന്ന് ഫോക്കസ് മൈൻഡ്, അതായത് നമ്മുടെ ഫ്രണ്ട് സൈഡിലാണ് ഫോക്കസ് മൈൻഡ് വരുന്നത്. അതേമാതിരി തന്നെ മെമ്മറി മൈൻഡ് വരുന്നത് കോർട്ടക്സ് ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഫ്രണ്ടിലേക്ക് ചിന്തിച്ച് അത് നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാലും ബാക്ക് എന്നൊരു മെമ്മറി മൈൻഡ് വരും. ആ മൈൻഡ് വന്നതിന് ബ്ലോക്ക് ചെയ്യും. അതാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട്, അത് നമ്മളിപ്പോ സേഫാ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ സേഫ് ആയിട്ടുള്ള പ്രതലത്തിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ഉദാഹരണമൊക്കെ പറയും, ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് ഒരു വെള്ള പ്രതലത്തിൽ നിർത്തിയിട്ട് വട്ടം വരച്ചു കഴിഞ്ഞാൽ ആ പ്രതികൾ കിടക്കില്ല. ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് വട്ടത്തിലുള്ള നിൽക്കൂല. അത് എന്തുകൊണ്ടാണ്? അതായത് ഫസ്റ്റ് ഈ ഉറുമ്പ് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കും, കുറെ ഇങ്ങനെ ഓടി കളിക്കും, നമ്മൾ വട്ടം ചെറുതാക്കിയ പിന്നെയും ചെറുതാക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ കൂട്ടുകെട്ട്, ചുറ്റുപാട്, നമ്മൾക്ക് പൂർവികരായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ മെമ്മറി മൈൻഡിലേക്ക് എടുക്കുന്ന കുറെ കാര്യങ്ങള് പുതിയൊരു ഇതിലേക്ക് മാറാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് പൊട്ടിച്ച് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ടാസ്ക്. അത് കടക്കണം എന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് എന്താണ്, നമുക്കത് പൊട്ടിച്ച് കടന്നാൽ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ഒരു ധാരണ വന്നാൽ നമുക്കത് പൊട്ടിച്ച് കിടക്കാൻ പറ്റും.
അത് നമ്മുടെ ഞാൻ ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇനി അടുത്ത ദിവസം ഇനി ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഇതേപോലെ കഴിഞ്ഞ ഒരു യൂണിറ്റ് മീറ്റിങ്ങിന് ഞാൻ ചെറിയൊരു സംഭവമാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ChatGPT കുറിച്ചിട്ട് അത് ചെറിയൊരു സ്പാർക്ക് ഞെട്ടുള്ളൂ. അതായത് ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചൊരു പന്തത്തുമ്പോ കത്തിക്കണമെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ വിളിച്ച് ഞാൻ കൊടുത്തുള്ളൂ. പക്ഷെ അത് പന്തമായിട്ട് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഊർജം ഉപയോഗിച്ച് വേണം അത് കത്തിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് കാര്യം നമ്മളോട് പറഞ്ഞാലും നമ്മുടെ മെമ്മറിയിൽ വെറും 70% മാത്രമേ നമ്മുടെ ഉള്ളിൽ കയറുള്ളൂ, ബാക്കിയൊന്നും ഉള്ളിൽ കയറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ സംഭവത്തിനെ വെച്ചിട്ട് കൂടുതൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് എന്ത് കൂടുതൽ ചിന്തിക്കാൻ പറ്റും, അങ്ങനെ നമ്മൾ അതിന്റെ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ സമ്പാദ്യം എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ സ്വാശ്രയ സംഘം, ഈ സ്വാശ്രയ സംഘം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മൈൻഡിൽ ശരിക്കും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യണത്. ഞാൻ ചുരുങ്ങിയത് ഒരു 2 വർഷത്തിന്റെ മുമ്പേ ഒരു SIP തുടങ്ങിയിട്ട് ഏകദേശം നല്ല രീതിയിൽ അതിന്റെ റിട്ടേൺസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഒരു സിസ്റ്റം, നമ്മൾ സമ്പാദിക്കാനുള്ള ശീലം ഓട്ടോ പൈലറ്റ് പോലെ നമ്മുടെ മനസ്സിലത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ആ ചിന്ത മാറ്റി കഴിഞ്ഞാൽ, അതായത് ഇനി നമ്മൾ അടുത്ത ദിവസം മുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലത്തെ മൈൻഡ് സെറ്റ്. രാവിലെ നമ്മൾ എണീക്കുന്ന സമയം, നമ്മളിപ്പോ എപ്പോഴാണ് എണീക്കുന്നത്, ഏത് സമയത്ത് എണീച്ചാലും കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക നാളെ. എന്നിട്ട് എണീച്ചതിന് ശേഷം മെഡിറ്റേഷൻ അറിയാത്ത ആൾക്കാരായാലും മെഡിറ്റേഷൻ അറിയുന്ന ആൾക്കാരായാലും ആ ഫ്രഷ് മൈൻഡിൽ ഇരുന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, അതായത് നമ്മുടെ ലക്ഷ്യം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ചിലവരുടെ ലക്ഷ്യം വീട് വയ്ക്കുക എന്ന് പറയും, ചിലവരുടെ ലക്ഷ്യം കടം വീട്ടുക എന്ന് പറയും, ചിലവരുടെ ലക്ഷ്യം കാറ് വാങ്ങിക്കുക എന്ന് പറയും. ശരിക്കും ഇതാണോ ലക്ഷ്യം? ഈ ഇന്നും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ലക്ഷ്യം നമുക്ക് കണ്ടുപിടിക്കുക, അതിലേക്കുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാൻ രാവിലത്തെ ഫ്രഷ് മൈൻഡിൽ ഇരുന്നിട്ട് നമ്മളത് കിട്ടി എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ മൈൻഡ് സെറ്റില് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയും. ചിലപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ വാക്കുകളൊക്കെ. വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു വീട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്, നല്ലൊരു വീടിന്റെ ഒരു ഫീലിങ്സിൽ നമ്മളത് ആസ്വദിച്ച് കണ്ണടച്ചിരുന്നിട്ട് ശരിക്കും ആ വീടിന്റെ ഉള്ളിലൂടെ നടക്കുന്ന ഒരു ഫീല്, ഇങ്ങനത്തെ ഒരു ഫീല് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്കുള്ള കമാൻഡ് ഈ ഗാമ സ്റ്റേജ് എന്നൊക്കെ സ്റ്റേജിന്റെ ഉള്ളിൽ നിന്നാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ഇത് ഉള്ളിൽ കയറും. ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അത് കിട്ടാനുള്ള ഒരു പരിശ്രമമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക് വരും. പിന്നെ നമ്മളത് ചിന്തിച്ചുകൊണ്ട് മാത്രം നടക്കലല്ല അതിന്റെ പ്രത്യേകത. ചിന്തിക്കുന്നതിന്റെ ഒപ്പം നമുക്ക് സാധ്യതകൾ കൂടി പഠിക്കണം. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ നമ്മൾ നേരത്തെ എണീച്ചിരുന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കല്ല, അതിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ നടത്തി അതിന്റെ ഒരു രീതിയിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്കായിട്ടുള്ള പുതിയ പുതിയ അറിവുകൾ, അതായത് നമുക്ക് വീട് വെക്കാനാണെങ്കിൽ അതിന്റെ പുതിയ കാര്യങ്ങൾ, അതൊരു 10 മിനിറ്റ് നേരം ഒരു ദിവസം ഒരു ഇൻഫർമേഷനെങ്കിലും നമ്മളത് പഠിച്ചിരിക്കണം. നമ്മൾ ചിന്തിക്കൽ മാത്രമല്ല, നമ്മള് ചുറ്റുപാടുകൾ, അതിനെ കുറിച്ചിട്ട് അതിന്റെ സാധ്യതകൾ, റേറ്റ് കുറവിന്റെ കാര്യങ്ങൾ, അങ്ങനെ അതിനെ പറ്റിയുള്ള ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോധ മനസ്സിന്ന് ഉപബോധ മനസ്സിലേക്ക് കമാൻഡ് കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ സാധ്യതകൾ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യമാണ്. ഇപ്പൊ എന്റെ കാര്യത്തില് ഇത് എന്റെ ബാങ്ക് അക്കൗണ്ടിലല്ല കാശ് എടുക്കുക. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാലും മറ്റ് സാധ്യതകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ബാങ്കിൽ നമുക്ക് FD ഇട്ട് വെക്കാം. അത് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു. അതിന് ചെറിയൊരു ഭാരം പറയാം, അതൊക്കെ ഇല്ലാത്ത കാരണം. അതായത് നമ്മൾ ബാങ്കില് പൈസ ചുമ്മാ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ പോയിട്ട് നമ്മളത് പിൻവലിക്കും. ആ സാധ്യത ഒഴിവാക്കിയിട്ട് ചെറിയൊരു FD, ചുരുങ്ങിയത് 50,000 അല്ലെങ്കിൽ 1 ലക്ഷം, അതെന്തിനാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ഓടിച്ചെന്നാൽ കിട്ടും, എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. വിശ്വാസം ഉള്ളിലുള്ള കാരണം നമുക്ക് ആ പൈസയെ കുറിച്ച് ടെൻഷൻ ഒഴിവാകും.
അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിനക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ എന്ന് ചിന്തിക്കാം. പക്ഷെ അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് അവിടെ കയ്യിൽ കാശില്ലല്ലോ എന്നുള്ളൊരു ഫീല് അവിടെ കട്ടായി. പിന്നെ അങ്ങനെ ഒരു കമന്റ് നമ്മുടെ ഉള്ളിൽ പോണില്ല. നമുക്ക് ആവശ്യത്തിന് പോയാൽ പൈസ അവിടെ ഉണ്ടല്ലോ. പിന്നെയുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറച്ച് വർക്ക് കുറഞ്ഞു, നമുക്ക് എങ്ങനെ അടുത്ത ഇതിലേക്ക് നിൽക്കാം എന്നുള്ള സമയത്താണ് പിന്നെ അടുത്തൊരു ചിന്ത വരുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പൊ അതാണ് ഒരു കാര്യമുള്ളത്. അപ്പൊ മൈൻഡ് സെറ്റ് ഞാൻ ഏകദേശം പറഞ്ഞത് എല്ലാ തലത്തിലേക്ക് പോവാതെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത്, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. പൈസ ഉണ്ട് എന്നുള്ള കോടീശ്വരന്മാര് നമ്മൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ദരിദ്രമായിട്ടുള്ള മനസ്സ്, അതായത് പൈസ ഇല്ല ഇനിയിപ്പോ ചെയ്തപ്പോ എന്താ ഉണ്ടാവുക, അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകൾ മൊത്തം നമ്മൾ മാറ്റുക. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിലേക്ക് വരാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് റിസ്ക് കൂടിയാൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിസ്ക് കുറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ വണ്ടിക്ക് ലോൺ അടയ്ക്കുന്നുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്. പക്ഷെ വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്ന പോലെ നമ്മുടെ മെമ്പർമാര് എത്ര പേർക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും ചോദിച്ചിട്ടാണ്. ഇപ്പൊ നമ്മുടെ AKPയുടെ 500 രൂപയുടെ ഇൻഷുറൻസ് അല്ലാണ്ട് വേറെ, അത് ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ്, മെഡിക്ലെയിം അല്ല. അപ്പോ അതില് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വലിയൊരു എമൗണ്ടിന്റെ ഒരു 2 ലക്ഷം വരില്ലല്ലോ മെഡിക്ലെയിം. അപ്പൊ നമുക്ക് അതിന്റെ മേലെയുള്ള ഒരു ചികിത്സ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിക്ക് എടുക്കുക. നമുക്ക് മാത്രമല്ല, നമ്മള് എത്ര തന്നെ പണിയെടുത്താലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പണിയെടുത്ത കാശായാലും അതേപോലെ പോകും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരാതിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക. അത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ മൈൻഡ് സെറ്റ് ക്ലിയർ ആയി. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ, നമ്മൾ പൈസ ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഡെപ്പോസിറ്റിനോടുകൂടി അത് മാറും. രണ്ടാമത്തെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ള ചിന്ത, അത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ മാറും. പിന്നെ നമുക്കിപ്പോ ചെയ്യാണ്, നമ്മള് ഇപ്പൊ ഞാനൊക്കെ ചെയ്യണ പോലെ ഏകദേശം ഇപ്പൊ ഈ ഇത്രയ്ക്കധികം പൈസ നമ്മൾക്കിപ്പോ നോക്കിക്കഴിഞ്ഞത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാനത് പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അതായത് ഇഷ്ടംപോലെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും, ഒരെണ്ണം എടുക്കുമോ ചോദിച്ചിട്ട് വരും. ഏറ്റവും കൂടുതൽ വരിക മാർച്ച് മാസത്തിലായിരിക്കും. എല്ലാ മാർച്ച് മാസത്തെ ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മള് അവരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ അടവ് കൂടി വരും മാർച്ച് മാസത്തിലാണ്. അപ്പൊ അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഏകദേശം ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഓരോ മാസങ്ങള് ഇടവിട്ടിട്ടാണ് ഞാൻ പല കമ്പനിയുടെ പോളിസികൾ, അതായത് ഏകദേശം അങ്ങനെ 4-5 ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അവരുടെ LIC അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ പ്ലാനിങ് ആണ്, നമ്മൾ ആ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലേക്കുള്ള പൈസ കൊണ്ട് റോൾ ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും, 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കേണ്ടപ്പോ നമുക്ക് അടുത്ത് കിട്ടും. അത് കിട്ടുമ്പോൾ നമുക്ക് അടുത്തേക്ക് റോൾ ചെയ്യുന്ന പൈസ ടൈറ്റ് വരുന്ന സമയത്തായിരിക്കും ഇത് കിട്ടുക. എനിക്ക് കോവിഡിന്റെ സമയത്താണ് ഒരു 3 ലക്ഷം കിട്ടിയത്. അത് എന്തുകൊണ്ടൊരു 10 കൊല്ലം മുമ്പ് ഞാൻ അടച്ചിട്ട സാധനം. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് ഉപകാരത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ചില ഇൻവെസ്റ്റ്മെന്റുകൾ. പിന്നെ നമുക്കിപ്പോ സാധാരണ എത്ര വർക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കും ചെയ്യാവുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മളൊക്കെ പറയും നമുക്ക് കിട്ടണ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ടൈറ്റാണ്, മാസാവസാനം വരുമ്പോഴായാലും അടവുകളുടെ കേസ് വരുമ്പോഴായാലും നമ്മുടെ പൈസ കയ്യിൽ കിട്ടണില്ല എന്ന്. അതിനൊരൊറ്റ കാര്യം ചെയ്യാം. സാധാരണ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? ഒരു ബാങ്ക് അക്കൗണ്ടിൽ എത്ര പേരുണ്ട്? ഒരാള്. ഒരു ബാങ്ക് അക്കൗണ്ടിൽ എത്ര പേര്? 1, 2, 3, 4, 5. ഒരു ബാങ്ക് അക്കൗണ്ട് 5 പേരുള്ളോ? 2 ബാങ്ക് അക്കൗണ്ടുള്ളവരോ? 3, 4, 5. ഓക്കെ. അപ്പൊ മിനിമം 5 ബാങ്ക് അക്കൗണ്ടെങ്കിലും വേണം. അപ്പൊ നിങ്ങൾ പറയും ഇത് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തില് ചുരുങ്ങിയത് നമ്മുടെ ഈ ഫീൽഡ് വെച്ചിട്ട് 5 ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ മെയിനായിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ വെക്കാനുള്ള കാര്യം. കുറച്ച് ടോട്ടലായിട്ട് പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സെക്ഷൻ മെയിനായിട്ട് വെക്കാന്ന് തന്നെ പറഞ്ഞത്. അതായത് കഴിഞ്ഞ വർഷം ചെയ്തത് ചെറിയൊരു ടിപ്പ് കൊടുത്തു എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ആവുമ്പോൾ നിങ്ങൾ പറയണ എനിക്ക് അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു, ഇപ്പോ ആ ഒരു ഫണ്ട് എനിക്ക് കിട്ടി എന്നുള്ള അടുത്ത കൊല്ലം നിങ്ങൾ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ച് പേരാണെങ്കിൽ ആ കുറച്ച് പേരെങ്കിലും പറ്റണം. അതായത് ആദ്യം തന്നെ ഇപ്പൊ നമുക്ക് വർക്കുകൾ പല ദിവസങ്ങളിലായിരിക്കും കിട്ടുക.
നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം ഒരു വർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. മാക്സിമം ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ നമുക്കൊരു വർക്കിന് പോയിട്ട് കിട്ടി. നമുക്കിപ്പോൾ 5000 റുപ്യ കിട്ടുന്ന വർക്കാണെങ്കിൽ 5000 റുപ്യ ഇടുന്നും വേണ്ട, ഒരു മാസം ചുരുങ്ങിയത് 2000 അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് 3000 ഇത് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയില്ല. അതായത് 5 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. 5 മണിക്കൂർ എണ്ണം കുറയ്ക്കാൻ പിന്നെ വേണ്ടെന്നുള്ളവർക്ക് ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ പറഞ്ഞത് മാത്രം. ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ഒരു കാരണവശാലും ഗൂഗിൾ പേ ഉണ്ടാവരുത്. ഈ അക്കൗണ്ടിലേക്ക് കാശ് ഇടലും മാത്രം ചെയ്യാൻ പാടുള്ളൂ, അതിന് ചെലവാക്കരുത്. ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു മാസത്തിൽ ഇതേപോലെ 2000 3000 ഇട്ട് കഴിഞ്ഞാൽ ഈ 2000 3000 ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ സാധാരണ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ മാസത്തെ ചെലവുകൾ ഈ പൈസയിൽ നിങ്ങൾക്ക് കടന്നു പോകും. അത് തെളിയിച്ചിട്ടുള്ളതാണ്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത് അതവരുടെ ജീവിതത്തിൽ വരുത്തിയുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ ഗുണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാത്തൊരു ഫണ്ടാണ് വരുന്നത്. ഒരു 12 മാസത്തിന്റെ ഉള്ളില് ഒരു 2000 വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 24,000 അല്ല 24,000 റുപ്യ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അറിയാത്തൊരു ഫണ്ട് വരികയാണ്. ഈ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇത്രയും പൈസ കിടക്കുന്നുണ്ട്. ഇപ്പൊ ശാസ്ത്രസംഘം ചേർന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഫണ്ട് നമ്മുടെ കയ്യിലുള്ള കാരണം നമുക്കത് ഇതിലേക്ക് അടയ്ക്കാൻ യാതൊരു വിഷമവുമില്ല. അപ്പൊ അങ്ങനെ ഫണ്ട് മാറ്റാം, അത് ഫസ്റ്റത്തെ ഓപ്ഷൻ. പക്ഷെ ഞാനൊക്കെ ചെയ്യണ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടി കടന്ന കൈ ചെയ്യണത്, അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ അടുത്തൊരു SIP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കുറച്ച് പേരൊക്കെ അതിനെ കുറിച്ച് അറിയണവർ ചെയ്യുന്നുണ്ട്. SIP നെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു സംഭവമാണ്. അതായത് ഷെയർ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അതിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ബാങ്കിലത്തെ ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ഇന്നത്തെ കാലത്ത് മറ്റേ AIയുടെ പല പേയ്മെന്റുകളും പോണത് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ സീക്രട്ട് അല്ല, നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഒഴിവാക്കുക. എന്നിട്ട് അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. അതൊന്ന് വേണം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗുണം തന്നെ, ഒരു മാസം പോകാനുള്ള പൈസ നമുക്കെല്ലാം അറിയും. അപ്പൊ നമുക്ക് അതിലേക്കുള്ള പൈസ മാത്രമേ അതിലേക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇടുക. അപ്പൊ ഈ പറഞ്ഞ അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ SIP പോലുള്ള സംഭവങ്ങൾ, അതിൽ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ SIP ഞാൻ പറഞ്ഞു തന്നാലും കൂടിയിട്ട് അതിൽ ഏതാണ് നല്ലത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുന്ന ആൾക്കാരെ കൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതൊന്നും ഒരു 3000 രൂപ അല്ലെങ്കിൽ 4000 റുപ്യോ അല്ലെങ്കിൽ 2000 റുപ്യ വെച്ചിട്ട് SIPയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ സിസ്റ്റം ആയിട്ട് പോകും. അപ്പൊ നമ്മൾ ഈ മാറ്റി വെക്കുന്ന സംഖ്യ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ ഒരു 10-24,000 റുപ്യ ആയി വിചാരിക്കുക. അപ്പോൾ നമുക്ക് 24 അല്ലെങ്കിൽ 10,000 റുപ്യ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 1-2 മാസം ഗ്യാപ്പ് വന്നാലും ഈ ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിന്ന് നമുക്ക് വേറെ നമ്മുടെ ഈ ഓട്ടോ ആയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് കൊണ്ടുവന്നിടുക. എന്നാലേക്ക് ATM വലിക്കുക, ATM വയ്ക്കാം. എന്താ വെച്ചാൽ അതിന് ഒരു ATM നല്ലതാ. എന്താ വെച്ചാൽ അത്യാവശ്യം മാത്രമേ ATM എടുക്കുള്ളൂ. എന്താ വെച്ചാൽ കാശ് പേയ്മെന്റ് ചാർജ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ചെയ്യുന്ന സംവിധാനങ്ങളിൽ മുഴുവൻ ഒരു അക്കൗണ്ട് ഇടുക. അപ്പൊ 2 അക്കൗണ്ടായി. പിന്നെ ഉള്ളത് നമ്മുടെ GST പോലെയുള്ള കാര്യങ്ങൾ അടയ്ക്കണ ആൾക്കാരുണ്ടാവും ഈ സ്ഥാപനങ്ങളുള്ളവർക്ക്. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് 3 മാസം 6 മാസം കൂടുമ്പോഴാണ് അതിന്റെ ഫണ്ട് ആയിരിക്കും ഇടുക. നമുക്ക് എന്താ പ്രശ്നം വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസത്തില് പൈസ അടയ്ക്കുന്ന സമയത്ത് ടൈറ്റ് ആയിരിക്കും. അത് വലിയ ബിസിനസ്സുകാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ശോഭിക്കാനുള്ളൂ GST അടയ്ക്കും. അപ്പൊ അങ്ങനത്തെ സംഭവം വരുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ടൈറ്റ് വരാതിരിക്കാൻ ആ വരണ ഫണ്ട് നമുക്കറിയാലോ, അതിൽ GST ഇത്ര വരുന്നുണ്ട്, അത് നമുക്ക് ആ ഫണ്ടൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടാം. ഈ അക്കൗണ്ട് സാധാ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ ഇത്രയും അക്കൗണ്ടുകൾ എടുക്കുമ്പോൾ ഈ ബിസിനസ്സുകാർക്കാണ് ഒരു അക്കൗണ്ട് കൂടുതൽ കണ്ടോട്ടോ. അപ്പൊ ഞാൻ 5 എണ്ണം കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള അക്കൗണ്ട് നമുക്ക് സേഫ് ആണ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വർഷം അതിന്റെ ഫുള്ള് കാറ്റലോഗും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എനിക്ക് ഇട്ട് തരാം. അപ്പൊ അതിനെ നിങ്ങൾ ചുമ്മാ കണക്കൂട്ടിയാലും മതി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഇട്ടിട്ടുള്ള ഒരു 2 ലക്ഷം രൂപ ഇപ്പൊ ഏകദേശം 2 കൊല്ലം കൊണ്ട് ഏകദേശം 48,000 മുകളിലായി. 48,000 പോരാ, അതിന് കൂടുതലാവേണ്ടതായിരുന്നു. നമ്മുടെ ട്രംപിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ കലാവിരുത് കാരണം അത് തിരക്ക് താഴേക്ക് വരും, ഒന്ന് മുകളിലേക്ക് പോകും. അപ്പൊ നമ്മൾ മാർക്കറ്റിനെ പഠിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ. പക്ഷെ SIP നമുക്ക് നമ്മൾ ചെയ്യണ കാര്യം അല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ അക്കൗണ്ട് പൈസ ഇടുന്നുള്ളൂ.
കളിക്കണ അത് ഇൻവെസ്റ്റ് ചെയ്യണതൊക്കെ വേറെ ബാങ്കുകാരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടുതൽ പഠിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നമുക്കൊരു നമ്മുടെ മക്കളുടെ കാര്യം ഒരു 10 കൊല്ലത്തൊരു കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 കൊല്ലം എന്തെങ്കിലും പിള്ളേരുടെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അറിയാത്തൊരു എമൗണ്ട്, അതായത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എത്ര വലിയൊരു എമൗണ്ട് കിട്ടുന്നുള്ളത്. ഞാനൊക്കെ കുറെ റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ഉണ്ടോ ഇല്ലേ എന്നങ്ങനെ ചിന്ത എനിക്കില്ല. നമ്മൾ പിന്നെ അറിയാം പല രീതിയിലാണ് ഞാൻ വർക്ക്, വെഡിങ് വർക്ക് മാത്രമല്ല സീരിയൽ വർക്കും അങ്ങനെ പല വർക്കുകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മേഖല ഒരു വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന് മാറ്റി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത കൂടി നമ്മൾ കൊണ്ടുവരണം. ആ ചിന്ത കൊണ്ടുവന്ന എന്താ ഗുണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ കുറഞ്ഞാലും അടുത്തേക്ക് പോകും. ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാവർക്കും അറിയാം, AI, ChatGPT കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇന്ന് ജെമിനിയാണ്. ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ തന്നെ നമുക്ക് മനോഹരമാക്കിയിട്ട് നമ്മൾ ചോദിക്കണ പോലെ തരും. അതായത് അവരായിരിക്കും നമ്മുടെ ഫേസ് മാത്രം ഉണ്ടാവുള്ളൂ. നമ്മുടെയൊക്കെ മൊബൈലിൽ നിന്ന് തന്നെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത്, അല്ലാണ്ട് വേറെ ആരുടെയും മൊബൈലിൽ നിന്നല്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് വരുന്നത് നമുക്ക് ഇത്രയും ChatGPT എന്ന് പറയുമ്പോൾ അവർക്ക് ഡാറ്റ കളക്ഷൻ കുറവായിരുന്നു. ഇപ്പൊ ഗൂഗിളിന്റെ ആണ് ജെമിനി. ഗൂഗിൾ ഉപയോഗിക്കാത്ത ഒരു ഫോണും ഇല്ല. അപ്പൊ എല്ലാ ഫോണും ഗൂഗിളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഫോണിലിരിക്കുന്ന എന്ത് സാധനവും പ്രൈവസി എന്ന് പറഞ്ഞ സാധനമല്ല, പബ്ലിക് ആയി പോകും. അപ്പോ ആ രീതിയിലാണ് ഇപ്പൊ എയുടെ പോക്ക്. അപ്പോ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ വേറെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ വേറെ ഒന്നുമില്ല, ChatGPTനെ കുറിച്ച് പഠിച്ചറിയാം. ChatGPTയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ജെമിനിയിൽ കൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. അപ്പൊ ആ രീതിയിലേക്ക് എത്തി. അപ്പോ ജനറേഷൻ നമ്മുടെ അപ്ഡേഷൻ എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ കൂടുതൽ പഠിച്ച് നമ്മൾ എന്താണ് അടുത്ത ഒരു ഘട്ടം, അതായത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത്, നമ്മളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു രീതിയിൽ നിന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും കുറിച്ച് ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അതായത് ഈ പറഞ്ഞ ബയാസുകള് പല രീതിയിൽ നമ്മുടെ മനസ്സിനെ പിന്നോട്ടടിപ്പിക്കും. നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒരിക്കലും അവിടെ സമ്മതിക്കില്ല. അപ്പൊ ആ സമ്മതിച്ച് പുറത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി അത് കൂടുതൽ വേണം. ഇനി ഒറ്റ കാര്യം പറയാം, നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് പലർക്കും ഇപ്പോൾ കൺഫ്യൂഷനുള്ള കാര്യമാണ്. നമ്മൾ കാണപ്പെടുന്ന ശക്തിയേക്കാൾ കാണപ്പെടാത്ത ശക്തിക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. നമുക്ക് കഴിഞ്ഞ കൊറോണ കാലത്ത് നമുക്ക് മനസ്സിലായി. ശ്വാസം കിട്ടാൻ എത്ര വില കൊടുത്തു എന്നുള്ളത് ഓക്സിജൻ കുറ്റി വെച്ചവർക്ക് അറിയാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിരുന്നു അത്. നമ്മളിപ്പോ വെറുതെ ശ്വസിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഓക്സിജൻ കുറ്റി വെച്ചവര് 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് കുറച്ച് ദിവസം കൊണ്ട് കൊടുത്തു കൽപ്പിച്ചത്. അപ്പോ അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ മൈൻഡ്. കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈറ്റ് കത്തുണ്ട്, ഒരു ഇലക്ട്രിസിറ്റി എന്നോട് പോകുന്നുണ്ട് എന്നുള്ളത്. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഉള്ളിലത്തെ ഒരു ഇലക്ട്രിസിറ്റിയാണ് ഈ മൈൻഡ്. ഇനി മൈൻഡ് എങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ അല്ല, അതിനു മുന്നേ അതിനേക്കാൾ തലമുറകൾക്ക് മുന്നേ നമ്മുടെ ബ്ലഡില് കിടക്കുന്ന നമ്മുടെ ഇൻഫർമേഷനും ഊർജവും ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് മൈൻഡ്. അപ്പൊ നമ്മൾ ചെയ്യണത് നമ്മുടെ പൂർവികമായിട്ടുള്ള കാര്യങ്ങളും അന്ന് തൊട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമുക്ക് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ്. ഇത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും നമുക്ക് അറിയാം. അപ്പൊ ആ സ്വിച്ച് ഇട്ടിട്ട് കത്തിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കത്തിക്കാൻ അറിയണം. അതിനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് പറഞ്ഞ പെട്ടെന്ന് ഓർന്നൊരു കാര്യമാണ്. നമ്മൾ തൃശ്ശൂർക്ക് വണ്ടിയിൽ പോണു. അപ്പൊ ഞാൻ കാറിൽ തൃശ്ശൂർക്ക് പോണ സമയത്ത് എന്റെ കാറിൽ ഒരാൾ കൂടെ കയറിയിരുന്നു. ആ കൂടെ കയറിയിരുന്ന സമയത്ത് എന്റെ കാറിന്റെ ഇപ്പുറത്തേക്കുന്ന ആള് എന്റെ കൂടെ തൃശ്ശൂർക്ക് വന്നു. പക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് ഞാനാ. ഈ മൈൻഡ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയുള്ള അവസ്ഥ എന്തായിരിക്കും അറിയും? ചിന്തിച്ചിട്ടുണ്ടാ? അതായത് കാറിൽ കൂടെ ഇരിക്കുന്ന ആൾക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ കാർ ഓടിക്കുന്ന ആൾക്ക് ആളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ശക്തി വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നറിയോ? നമ്മളിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏറ്റവും മൂല്യമുള്ള വസ്തു എന്താണെന്നറിയോ? ആരെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും മൂല്യമുള്ള വസ്തു
അല്ല സമയം ഷായിക്കറിയാം. അതായത് നമ്മൾ ചിന്തിക്കാത്തൊരു സാധനമാണ്. അതായത് ഏറ്റവും മൂല്യമുള്ള വസ്തു ധനമൊന്നല്ല, പൈസയൊക്കെ പിന്നെയാണ്. ഈ സമയം ഇപ്പോഴത്തെ സമയമാണ്. ഇന്ന് കേട്ട കാര്യം നിങ്ങൾ ഇന്ന് അത് കുറച്ചെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളേക്ക് ഇത് വലിയ സംഭവമായി മാറും. അതാണ് നമ്മൾ നമ്മളിലേക്ക് വേണ്ടി വർക്ക് ചെയ്യാതെ നമ്മളെല്ലാവരും മറ്റുള്ളവരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെന്താ ചെയ്യണേ, ഇവനെന്താ ചെയ്യണേ, അവന്താ ഇങ്ങനെ. ആ ചിന്ത മാറ്റുക, നമ്മളെന്താ ഇങ്ങനെ ചിന്തിക്കുക. അതൊന്നും നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് മാറുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് യൂസഫ് അലി എന്ന് പറഞ്ഞ ഒരാള് സാധാരണ ഒരു മലയാളിയായിരുന്നു. നമ്മളെ പോലെയുള്ള കാര്യങ്ങളും ചിന്തകൾക്കിന്റെ ആളുടെ കയ്യിലുള്ളൂ. എങ്ങനെയാള് ഏറ്റവും വലിയ കോടീശ്വരനായി? മലയാളികളുടെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇപ്പൊ ആളാണ്. ഇപ്പൊ ആളല്ല, ആള് മാറി. അറിഞ്ഞാരെങ്കിലും ഇല്ല. ഇപ്പൊ ജോയി ആലുക്കാസ. കാരണം എന്താണെന്നറിയോ? ഗോൾഡിന്റെ കാശ് കൂടി. അപ്പോ ഈ ജോയി ആലുക്കാസ് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ സുപ്രഭാതത്തിലെ ആള് കോടീശ്വരനായി മാറിയതാ. കാരണം എന്താ? ആള് ഇൻവെസ്റ്റ് ചെയ്തത് അതേപോലത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആള് ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിന്റെ മൂല്യം കൂടി കഴിഞ്ഞാൽ യൂസഫ് അലി ചെയ്തത് വേറെ ടൈപ്പാണ്. ഇയാള് ചെയ്യുന്നത് ഗോൾഡായിരുന്നു, അതിന്റെ മൂല്യം കൂടി ആള് കോടീശ്വരൻ. അതിന് ബന്ധം താഴേക്ക് പോലെ നമുക്കറിയില്ല. അപ്പോ അങ്ങനെയുള്ള സാധാരണക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മൈൻഡ് സെറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും, ആ ഒരു ചിന്തയെന്നാണ് ഞാൻ 4-5 വർഷമായിട്ട് അതിന്റെ പിന്നാലെയുള്ള ഒരു യാത്രയായിരുന്നു. അതൊന്നും നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റി. അതായത് നമ്മളിപ്പോ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഒന്നുമില്ല, നമുക്ക് തന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു കാറ് നല്ല തിരക്കുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്യാൻ പോകണം. ആ പാർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥലം കിട്ടണാവോ എന്നുള്ള ചിന്തയിൽ പോകണം. പക്ഷെ നമ്മൾ പോകുമ്പോൾ പറയാണ് എനിക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം എന്നുള്ള ചിന്തയിൽ നമ്മൾ പോയാൽ നാളെ വേണേൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വണ്ടികൾ പാർക്കിങ് അവിടെ ഉണ്ടാവും. അതാണ് നമ്മുടെ മൈൻഡ്. അതായത് എത്ര തിരക്കുള്ള സ്ഥലത്തും നമ്മൾ പോണ സമയത്ത് അവിടെ വണ്ടി പാർക്ക് ഒരു സാധ്യത ഉണ്ടാവില്ല, നമുക്കറിയാം, അത്രയും തിരക്കായിരിക്കും. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക അവിടെ എൻ്റെ വണ്ടി ചെല്ലുമ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു വണ്ടി ആകുന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗ്യാപ്പ് കിട്ടും. എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ സംഭവിച്ചുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചില ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ, വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അറിയണ കാര്യങ്ങളാണ്. അതേമാതിരി അല്ല പൂരപ്പറമ്പിൽ നമ്മൾ വർക്കിന് പോണ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു രക്ഷയിൻ്റെ വണ്ടി സൈഡാക്കാൻ എങ്കിലും വേഗം ഇറങ്ങും വേണം, കറക്റ്റ് ഗ്യാപ്പ് ഉണ്ട് അവിടെ ഇറങ്ങും. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് പല സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് അനുഭവത്തിലുള്ളതാണ്. ഇതേപോലെ പല കാര്യങ്ങള് ഇപ്പൊ ചിലവർക്ക് തന്നെ അറിയാം, നമ്മൾ ഫോൺ എടുത്തിട്ട് വീട്ടിലേക്ക് വൈഫിനെ വിളിക്കണം എന്ന് വെച്ചിരിക്കുമ്പോൾ ആളുകൾ വിളിച്ചിട്ടുണ്ടാവും. അത് ടെലിപ്പതി എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഈ മൈൻഡിന്റെ തന്നെ വേറൊരു സംഭവമാണ് ടെലിപ്പതി എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഇതേപോലെ കുറെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ഉള്ളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു, കൈയിന്റെ വിരല് വലുതാക്കുന്ന പരിപാടി. കാണിച്ചത് വേറെ ഒന്നുമില്ല, നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറഞ്ഞ കൂടെ എന്തോ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കത് ചിലപ്പോൾ തോന്നും അത് ചിലപ്പോൾ ഒരു കാര്യമില്ല. അത് കൈവച്ച് വിനയ ഉണ്ടാവുന്നല്ലേ, വിനയ ഒന്നത് കൈവച്ച് ചെയ്തു ചോദിക്കേ, ഇവിടെ ഒന്ന് ചെയ്തോ, ഇപ്പൊ ശരിയായി ഞാൻ ചെയ്യണ്ട, വിനയം ചെയ്ത് വിനയനത് വിശ്വാസമാണല്ലോ. ഇങ്ങോട്ട് നിന്നോ, ഇവിടെ നിന്ന് തിരിഞ്ഞോ, എൻ്റെ കയ്യും കറക്റ്റ് ആയിട്ടേ ആ ഈ പാടില്ലേ നമ്മുടെ ഒരു പാട് വരുന്നത് ഇവിടുത്തെ അടിച്ച് അതൊപ്പം പിടിക്കും, എന്നിട്ട് പിന്നെ ക്ലോസ് ചെയ്യും മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കും. മാക്സിമം ഇതിലത്തെ ഏതായിട്ട് ചെറിയ വരല് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് നമ്മള് സാധാരണ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ആവില്ല. അല്ല എങ്ങനെ നോക്കിയാലാവും കാട്ടിത്തരാം. ഇങ്ങനെ അല്ല ഇപ്പൊ നോക്കുമ്പോ അല്ല വിനയന് ഇപ്പൊ നോക്കുമ്പോ ഏതാ ചെറിയ വരലേല് എനിക്ക് തോന്നുന്നത് ഇതാ. അല്ല സെയിം അല്ലേ? കൈ ഒന്നും എടുത്തോ അതേപോലെ വെച്ച ഞാൻ പറഞ്ഞ പോലെ വെച്ച് ഈ വര നോക്ക. ഇതേപോലെ തന്നെ ഞാൻ പറയുമ്പോ ഇനി വെക്കണട്ടാ, വെച്ചില്ലേ കൂട്ടി പിടിച്ചോ, ഇതേപോലെ തന്നെ ഇനി വെക്കണേ. കറക്റ്റ് അല്ലേ? മാറ്റം വരുത്തില്ലല്ലോ. ഏത് ഏയ് അപ്പൊ നീ വെച്ചത് ഒപ്പം വെക്കി, കറക്റ്റ് ആക്കിട്ട് വെക്കി. ഞാൻ വെച്ചിട്ട് മാറ്റം വരുത്തണ്ട വെച്ചിട്ടാ. ആ ഓക്കല്ലേ, ഇതന്നെയല്ലേ ചെറുത്? സംശയണ്ട? ഓക്കല്ലേ? ഇനി വെക്കുമ്പോ വിനൻ തന്നെ വെക്കണട്ടാ, മാറ്റം വെക്കരുത്. ഞാനും കാണിച്ചു തരാം, അല്ലെങ്കിൽ അത് അവൻ വെച്ചത് ശരിയായില്ലേ ഞാൻ വെച്ചത് മാറി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇവിടെ അടിയിൽ 2 വരയുണ്ട്, അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്
പിന്നെയും മാറ്റി വെക്കുമ്പോൾ ആ വരയ്ക്ക് വ്യത്യാസം വരാതിരിക്കാനാണ് ഒരു മാർക്കിങ് ശ്രദ്ധിക്കാൻ പറയുന്നത്. ആ ശ്രദ്ധിച്ചിട്ട് മാക്സിമം വിരല് വലിച്ച് മുട്ടിച്ചു വെക്കുക. എന്നിട്ട് അതിൽ ഏതാണ് ചെറിയ വിരല് എന്നുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അറിയാം. ഒരു വിരൽ ചെറുതും ഒരെണ്ണം വലുതായിരിക്കും. ഇത് മാറ്റിക്കട്ടെ. അതായത് ഇവിടെ ഈ രണ്ട് വരകളുണ്ടായിരിക്കും. അതെ, പിന്നെ നോക്കിയാൽ ഈ വരണ്ട വെച്ചു വെച്ചു ഏതാ ചെറുത്? ഇപ്പുറത്ത് തന്നെയല്ലേ? എടുത്തു കൂട്ടാ. മേജിക് ഒന്നും അല്ലാട്ടാ. അതെ, ഈ വര അങ്ങനെ വെക്കണം കേട്ടാ. സെയിമിനല്ലേ വെച്ചത്? ഏതാ? അതന്നെയല്ലേ ചെറുത്? ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയണത് ഈ കൈ നേരെ നമ്മുടെ ചെറിയ കൈയിൻ്റെ ഈ നടുക്കിലത്തെ വരല്ലേ, അതാണ് നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ടുള്ളത്. ആ വിരൽ നമ്മുടെ ഫേസിനെ നേരെ പിടിക്കുക. എന്നിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പറയുക ഗ്രോ അപ്പ് എന്ന് പറയുക. ഗ്രോ അപ്പ് എന്നിട്ട് ആ വിരലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശക്തിയായിട്ട് പറഞ്ഞു നോക്കിയേ. ഗ്രോ അപ്പ് എന്ന് പറഞ്ഞാൽ വിരൽ വലുതാവാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഗ്രോ അപ്പ് വലുതാവാൻ വേണ്ടിയിട്ട് ഗ്രോ അപ്പ് എന്ന് അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പറയണം കേട്ടാ. വിശ്വാസം ഇല്ലാണ്ട് പണ്ട് കാര്യമില്ല. ഓക്കെ ഏട്ടാന്ന് വെച്ച് നോക്കിയേ. എന്നിട്ടാ പിന്നെ ഞാൻ വയ്ക്കുന്നു വരലിട്ടാ. വലുതായില്ലേ? ചിലവർക്ക് അത് പറയണതിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് മൈൻഡ് സെറ്റാണ്, അത് മാജിക് അല്ല. നമ്മൾ മെന്റലിസം, മൈൻഡ് റീഡിങ് എന്നൊക്കെ പറയും. അത് കുറേയൊക്കെ മാജിക് ഉണ്ട്, കുറേയൊക്കെ നമ്മുടെ കൈയും അവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാവും. ഇത് മാജിക് അല്ല. ഇത് നമ്മുടെ മനസ്സ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പോണ്ട, വീട്ടിലിരുന്നിട്ട് സൈലന്റ് ആയിട്ട് ചെയ്യും മെഡിറ്റേഷൻ എന്ന സാധനം. എന്നിട്ട് ഈ സാധനം വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ട് വരും. കാര്യം മനസ്സിലായ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മൈൻഡിന്റെ കാര്യങ്ങൾ ഇന്ന മാതിരിയാണെന്നുള്ളത് വെറുതെ പറഞ്ഞല്ല, നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ നമുക്ക് മൈൻഡിനെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില മാജിക്കാരെ നോക്കുമ്പോ പാത്രമൊക്കെ ഓടിക്കൊണ്ടിട്ടില്ലേ, അത്രയ്ക്ക് ഞാൻ എത്തിയിട്ടില്ല. ചിലർ കസാര ഇരിക്കാൻ പറഞ്ഞ കസാര ഇരിക്കില്ല ആള്, കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ മൈൻഡിന്റെ പ്രത്യേകതയാണ്. അവന്റെ കയ്യിൽ കൺട്രോൾ ചെയ്യും. ഹിപ്നോട്ടിസം കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ ചെറിയ സംഭവം എന്നല്ല, അത് വലിയ സംഭവമാണ്. അപ്പൊ നമ്മളത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ചുറ്റുപാടുകളുടെ കാര്യങ്ങൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കില്ല. അതായത് നമ്മൾക്ക് ഇവിടെ സാധാരണ കാര്യങ്ങളൊക്കെ അറിയും, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ റിജക്ട് ചെയ്യും. അതിന് മെയിൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂട്ടുകാരന്മാര്. നമ്മുടെ കൂട്ടുകാരന്മാര് 10 പേര് 10 തരായിരിക്കും. എന്ത് പറഞ്ഞാലും തർക്കിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മളതിൽ നിൽക്കാതിരിക്കും നന്നാവുക. അത് ആർക്കും വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ഗ്രാഫ് താഴോട്ടോ പോകും, ഒരിക്കലും മുകളിലേക്ക് പോവില്ല. നിങ്ങളുടെ അറിയാവുന്ന ഏത് കൂട്ടുകാരന്മാരെടുത്ത് നോക്കിക്കോ, പരിശോധിച്ചു. അതല്ല, നമുക്ക് നല്ലത് പറഞ്ഞു തന്ന് തിരുത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആളുടെ ഗ്രാഫ് മുകളിലേക്ക് പോകും. ജീവിത നിലവാരം പരീക്ഷ വയ്ക്കോ. നിങ്ങളുടെ 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 10 ഫ്രണ്ട്സിനെ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാലോ കറക്റ്റ് സ്വഭാവം. അതാണ്. അല്ല ഞാൻ പറഞ്ഞതേ, ഇത് ആരെയും വിഷമിപ്പിക്കാനല്ല. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണ്ടേ, അല്ലാതെ മറ്റുള്ളവർ വിചാരിച്ചുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, മറ്റുള്ളവർ ചീത്ത പറഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകില്ല. ഈ പറയണ എനർജി മുഴുവൻ ഈ പറയണവനാ. അവന്റെ എനർജി വേസ്റ്റ് ചെയ്ത് അവൻ ചീത്ത പറയുന്ന വെച്ചാൽ അവനാണ് മൈൻഡിൽ കയറണത്. ഈ പറഞ്ഞ നെഗറ്റീവ് വാക്കുകള് നമ്മുടെ ഉള്ളിൽ ഒന്നും കയറാൻ പോകില്ലെന്ന്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആണ്. അതാണ് മൈൻഡ്ഫുൾനെസ് സാധനം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നെഗറ്റീവ് ടോക്കുകൾ ഒഴിവാക്കുക. നമ്മുടെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഇങ്ങനത്തെ ടോക്ക് നമുക്ക് വരും, നമ്മൾ പരമാവധി അവിടെ നിന്ന് എസ്കേപ്പ് ആവുക, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ആ കൂട്ടൊന്നും ഓടിപ്പോകാൻ പറ്റില്ല, നിൽക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? ശ്രദ്ധിക്കാതിരിക്കുക. 10രുടെ വാർത്ത കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. 10രുടെ വാർത്ത കാണാതിരിക്കുക. ഏറ്റവും കൂടുതൽ കൊലപാതകം, കത്തിക്കുത്ത്, ഈ കേസാണ് ഏറ്റവും കൂടുതൽ. അത് കേട്ടവർക്ക് കിട്ടില്ല. അപ്പൊ
അതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാണ്ട് കയറിപ്പോണ സാധനങ്ങളാണ്. നമ്മുടെ ബോധ മനസ്സിന്ന് വിട്ട് ഉപബോധ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറിപ്പോയി കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ അറിയാണ്ട് പുറത്തേക്ക് കിടക്കും. അതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ളത് നമ്മുടെ SLC പരീക്ഷ പഠിക്കുന്ന പിള്ളേര്, ഈ പഠിക്കുന്ന പിള്ളേര് ചില പിള്ളേര് ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി മെമ്മറിയിൽ വെച്ച സാധനം പരീക്ഷ സമയത്തൊക്കെ ഓടി നടക്കുന്നുണ്ടാവും. കോപ്പി അടിച്ചിട്ടൊന്നല്ല, നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അതിന് മെയിൻ കാരണം അവൻ പഠിച്ച സാധനം മെമ്മറിയിലേക്ക് കയറ്റി പഠിച്ചിരിക്കുന്നത്, മനസ്സിരുത്തി പഠിച്ചു. നമ്മൾ പഠിക്കുന്നത് 2 തരമാണ്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, മനസ്സിരുത്തി പഠിക്കുക. മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപബോധം മനസ്സിൽ ചെന്നിരിക്കും. പിന്നെ നമുക്ക് ഈ ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉപബോധ മനസ്സിന്ന് കമന്റ് കൊടുക്കുന്നത് അതിന്റെ ഉത്തരം തന്നെ എഴുതിക്കുമെന്ന് പറയും. അതാണ് പിള്ളേരുടെ IQ കൂടി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ മൈൻഡായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 10യുടെ വാർത്ത നമ്മൾ ചുമ്മാ ഇരുന്ന് കാണും ഒരു രസത്തിന്. നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുന്ന ഏറ്റവും വലിയ രസം, അത് മനുഷ്യന്മാരുടെ സ്വഭാവം ഉണ്ട്. നമുക്ക് രസം മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ പ്രശ്നമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വാർത്തകള് അത് ഞാൻ മൈൻഡ്ഫുൾസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ചിലവർക്ക് അനുഭവത്തിലുണ്ട്, നമ്മളത് കണ്ടാൽ കുറെ കാലത്തേക്ക് ചില സാധനം ഉള്ളത് തന്നെ പോവില്ല, അങ്ങനെയുള്ള സാധനം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചുറ്റുപാടുകൾ ഒഴിവാക്കുക എന്നുള്ള സംഭവം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ATM കാർഡുകൾ, അത് ഇനി ചെറിയ സംഭവം പറഞ്ഞുതരാം. ATM കാർഡുകളിൽ ക്യാഷ് ബാക്ക് ATM കാർഡുകൾ ഉണ്ടായിരിക്കും. ATM കാർഡ് അല്ല, ക്രെഡിറ്റ് കാർഡുകൾ. അപ്പൊ അങ്ങനത്തെ വല്ല കാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ ചെന്നിട്ട് അത് ഈ മണി ബാക്ക് അല്ല, ക്യാഷ് ബാക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ 1000 രൂപയുടെ ബില്ല് അടച്ചു കഴിഞ്ഞാൽ 10 രൂപ അതിനൊക്കെ ചെറിയ ഡിസ്കൗണ്ട് കിട്ടുന്ന സംഭവം ഉണ്ട്, 100 രൂപയ്ക്ക് കഴിക്കുമ്പോൾ. അതേപോലത്തെ കാർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഭാഗമായിട്ട് പറഞ്ഞ സാധനമാണ് ആ കാർഡിലേക്ക് മാറുക നമ്മൾ. അപ്പൊ നമ്മള് ഈ കാർഡ് വഴിക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ എന്താ ഗുണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻകം അതും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ലോണോ അതിനെല്ലാം ആവശ്യം വരുന്ന സമയത്ത് സിബിൽ സ്കോർ കൂടും. അപ്പൊ നമുക്ക് എവിടെയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ ലാഭിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് മാറ്റി വയ്ക്കുക. അതൊരു വർഷം കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിട്ട് വരും. എത്ര പേര് അടുത്ത വർഷം ചെയ്യും എന്നത് നമുക്ക് അടുത്ത യൂണിറ്റ് മീറ്റിംഗ് കാണാം. ലക്ഷ്യം വേണം. എല്ലാവരും സഞ്ചരിക്കുന്നത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ എത്തുള്ളൂ. അല്ലെങ്കിൽ കപ്പലില് കപ്പിത്ത അങ്ങനെ പോകും. ദിശ നോക്കി ദിശയിലേക്ക് പോണ ആള് സ്ഥലത്തെത്തും, ദിശയില്ലാത്തവൻ എവിടെ എത്തും? ഇങ്ങനെ ഒഴുകി നടക്കും. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പൊ അവസ്ഥ മാറ്റി ഒരു ലക്ഷ്യം ഉണ്ടാക്കാനെങ്കിലും നിങ്ങൾ പഠിക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിലും ലക്ഷ്യം വേണമെന്നെങ്കിലും പഠിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറമെന്ന് നമ്മൾ സ്വരൂപിക്കുക. നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റുക. അത് നമ്മുടെ അസറ്റും ലയബിലിറ്റി എന്താണെന്നറിയോ? ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അത് മറ്റു സാധനമാണ്. അസറ്റ്, നമ്മുടെ അസറ്റ് എന്താണെന്നറിയോ? നമ്മുടെ കാർ അസറ്റാണോ? ആണോ? ഷാജിയുടെ അഭിപ്രായം എന്താ? കാർ അസറ്റാണോ? അസറ്റല്ല. കാരണം എന്താ വെച്ചാൽ ഇൻഷുറൻസ് അടയ്ക്കണം, ഡീസൽ അടിക്കണം, ലയബിലിറ്റിയാണ്. ഇലക്ട്രിക് കാർ ആണെങ്കിലും അസറ്റല്ല. അസറ്റ് എന്ന് പറഞ്ഞത് സ്ഥലം വാങ്ങിച്ചിടാം, ടാക്സ് അടയ്ക്കുന്ന സ്ഥലം കച്ചവടം, ഗോൾഡ് വാങ്ങിച്ചിടാം, അങ്ങനെ സാധനങ്ങളാണ് അസറ്റ്. വീട് വെക്കാം, അത് വാടകയ്ക്ക് പോവല്ല, അതായത് അസറ്റ് ആക്കിയിട്ട് വെക്കാം. പക്ഷെ നമ്മള് മറ്റേ ഫ്ലാറ്റ് പോലെയല്ല ഉദ്ദേശിക്കുന്നത്, അതിന്റെ മൂല്യം കൂടും. അപ്പൊ നമ്മൾ മൂല്യം കൂടുന്ന വസ്തുക്കളെ തന്നെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലോണ്. നമ്മൾക്ക് അസറ്റിനേക്കാളും കൂടുതൽ ലയബിലിറ്റി ആണോ എന്നുള്ളത് ചിന്തിക്കുക. ലയബിലിറ്റി ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ലയബിലിറ്റി കുറയ്ക്കുക, അസറ്റ് കൂട്ടുക. കാർ എടുക്കണം എന്നുണ്ടെങ്കിൽ കാറ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കുക. അല്ലാതെ നമുക്ക് മറ്റൊരു പുതിയ കമ്പനി ഇറക്കി എന്നിട്ട് എടുക്കരുത്. ഇപ്പോൾ ബാറ്ററി കാർ കുറെ ആൾക്കാർ എടുക്കുന്നവരുണ്ട്, ഒക്കെ നല്ലതാണ്. നമുക്ക് കരണ്ടും മൈലേജും മാത്രം നോക്കുള്ളൂ, ശരിയല്ലേ? ബാറ്ററി കാറല്ലേ ഇപ്പോഴത്തെ കണ്ടീഷൻ നല്ലത്. പെട്ടെന്നുള്ളതില് ഞാൻ ബാറ്ററി കാറിനെ ഇത് പറയുന്നല്ല. ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് പോകണമെങ്കിൽ അടുത്ത സ്ഥലത്ത് ദോഷമുണ്ട്. അതായത് ഇപ്പൊ പുതിയ റിസൾട്ട് വന്നതനുസരിച്ച് ടയർ തേയ്മാനം കൂടുതലാണെന്നാണ് പുതിയ അറിവല്ല, നിങ്ങൾ പണ്ടേ അറിഞ്ഞ അറിവാണ്. ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതൊക്കെ പിന്നെ ടെക്നിക്കലായിട്ട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര ചിന്തിച്ചാൽ മതി. നമ്മുടെ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്? ലോണുകൾ മുഴുവൻ ലയബിലിറ്റിയാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അവിടെ കൊടുക്കണം ഒരു വർഷം കഴിയുമ്പോൾ. അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ലയബിലിറ്റിയാണ്. ലോണുകൾ,
കാർ എടുക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ലയബിലിറ്റിയിൽ വരുത്തും. പക്ഷെ അത് കൂടുതലാവരുത്. പരമാവധി അസറ്റുകൾ വയ്ക്കുക. ഞാൻ കൂടുതൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ സ്ഥലങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ ഇപ്പോൾ കുറച്ചു, ഇപ്പോൾ കൂടുതലൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റ് ചെയ്യാറുണ്ട്. ഷെയർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കും കാശ് പോലെന്നെങ്കിൽ ആയിരിക്കും. കാശിട്ട കാശ് പോവെന്ന് ചോദിച്ചാൽ പോവും. പക്ഷെ കാശ് കിട്ടുമോ വെച്ചാൽ കിട്ടും. നമ്മളിപ്പോൾ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ചതുപ്പ് നിലം നോക്കി നമുക്ക് വില കുറവിൽ കിട്ടി. വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാ? ആ സാധനം ഒരു പണി നടക്കാൻ പറ്റില്ല എന്ന് പറയും. ലാസ്റ്റ് അത് ഗവൺമെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ അത് വെറുതെ ധരിച്ചു കിടക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ കാശ് പോകും. അപ്പൊ നമ്മൾ എവിടെ പോയിട്ട് എന്ത് ചെയ്യുമ്പോൾ, ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഷെയർ ചെയ്യുമ്പോഴും അത് നല്ല സ്ഥലമാണോ നല്ല കമ്പനിയാണോ നോക്കി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് കിടന്നു തുടങ്ങാം. ഞാൻ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സുഖമായിട്ട് കിടന്നു തുടങ്ങും. ഇപ്പോ ട്രംപോടെ എന്തെങ്കിലും പറയും, അപ്പൊ ചിലപ്പോ ഒരു 20,000 30,000 ഇപ്പൊ താഴേക്ക് പോകും. അത് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പറയും, പിന്നെ താഴത്തേക്ക് പോകും. അപ്പൊ നമുക്ക് അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് എന്താന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചതിനനുസരിച്ച് എനിക്ക് പേടിക്കാനില്ല. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്ത് പറയും? കാശ് പോയി എന്ന് പറയും. അതാണ് മൈൻഡ് സെറ്റ് പ്രശ്നം. പക്ഷെ എനിക്കറിയാം ഇന്നലെ നാളെ ഇത് കയറി വരും എന്നുള്ളത്. നമ്മൾ വിറ്റ് കഴിഞ്ഞാലേ നമുക്ക് നഷ്ടമുള്ളൂ. നമ്മൾ വിൽക്കണില്ലാന്ന്. അവ കയറി മുകളിലേക്ക് വരുമ്പോഴേ നമ്മൾ വിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റിച്ചിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് മാറാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ജനറേഷൻ. നമ്മൾ പണിയെടുത്തുകൊണ്ട് മാത്രം ജീവിതകാലം മുഴുവൻ നമുക്ക് പണിയെടുക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാതിരിക്കുമ്പോഴും നമ്മുടെ സമ്പാദ്യം വളരണം. അതിനുള്ള മാർഗങ്ങൾ തേടുക. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് അവസാനിപ്പിക്കാം. വേറെ സംശയമൊന്നും ഇല്ലാതെ ആയിരിക്കും.